ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ വനം വാച്ചർക്ക് പരിക്ക്. മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥ. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. വള്ളം പുറത്തെടുക്കാൻ സാധിക്കാതിരുന്നത് മോശം കാലാവസ്ഥയെ തുടർന്ന്. ചാവക്കാട് മണത്തലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദേശീയപാത നിർമ്മാണം. പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. പെരിങ്ങാട് പുഴയിൽ നിന്ന് ചെളി നീക്കുന്നതിന്റെ മറവിൽ മണലൂറ്റ് വ്യാപകം. പുഴയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. ചാവക്കാട് നടന്ന ജില്ലാ ശാസ്ത്രമേളയിൽ ചാലക്കുടി ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂൾ വിഭാഗത്തിൽ 352 പോയിന്റുമായി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. വാർത്തകൾ വിശദമായി. ദേശീയപാത കുതിരാൻ ഇരുമ്പുപാലത്തിനു സമീപം കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തി. കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ചർക്ക് പരിക്കേറ്റു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിലേക്ക് കടന്ന കാട്ടാന വീടുകൾക്ക് മുന്നിലൂടെയും ഇടവഴികളിലൂടെയും പരക്കം പാഞ്ഞു. നാട്ടുകാർ ബഹളം വെച്ചും ഫോണിൽ വിളിച്ചും ആരും വീടിന് പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ആനയ്ക്ക് മുന്നിൽപ്പെട്ട പലരും വീടിനകത്തേക്ക് ഓടിക്കയറി. ചിലർ വീട്ടിൽ കരുതിയിരുന്ന പടക്കം പൊട്ടിച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചു. ഇതിനിടെ നാട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. വനംവകുപ്പ് അധികൃതർ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫോറസ്റ്റ് വാച്ചർ ഐക്കര മേപ്പുറത്ത് ബിജുവിനെ കാട്ടാന ആക്രമിച്ചത്. നാട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചാണ് ആനയെ ബിജുവിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. കാലിന് പരിക്കേറ്റ ബിജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 2 മണിയോടെയാണ് ആനയെ തുരത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമാണ്. കാട്ടാനശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്ത്രീകൾ അടക്കമുള്ളവർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. ഇപ്പൊ 2 മാസമായിട്ട് സ്ഥിരം ഇത് തന്നെയാണ്. പകല് പോലും ഇവിടെ നടക്കാൻ പറ്റാത്ത, അവിടെ ഒരു വീടുണ്ട്, അവിടെ രാവിലെ പത്രം ഇടാൻ പോലും ആള് പോകുന്നില്ല പേടിച്ചിട്ട്. സ്ഥിരം ഈ വഴിക്കൂടെ ആന പോകുന്നൊരു ഭാഗമാണ്. ഫോറസ്റ്റുകാരൊക്കെ വിവരം അറിയിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പുറത്തും കൂടെ ഫെൻസിങ് ഇട്ടാലാണ് അങ്ങോട്ട് കടന്ന ആനകള് തിരിച്ചു വരാതിരിക്കുള്ളൂ. പക്ഷെ ഇന്നലെ ആ കുട്ടി രക്ഷപ്പെട്ടത് എന്തോ തലനാരഴക്കാണ്. പരിക്ക് പറ്റിയ വ്യക്തിയുടെ അച്ഛനുണ്ട്. അച്ഛനും വാച്ചറായിരുന്നല്ലേ? ഞാൻ വാച്ചറായിരുന്നു. 35 കൊല്ലം സോഷ്യൽ ഫോറസ്റ്റിലെ വാച്ചറായിരുന്നു. അപ്പോൾ അവിടെ സഹായിക്കാൻ പോയതാ. ആ സഹായിക്കാൻ പോയതിന് കൂലി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളാ, 3 കുഞ്ഞുങ്ങളും ഭാര്യയുള്ളത്. ഞങ്ങൾക്ക് വേറെ സാമ്പത്തികം ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൽ നിന്ന് ഉണ്ടാക്കണം. കാട്ടാന ഇറങ്ങിയ പ്രദേശത്ത് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ചർച്ച നടത്തി. രാത്രികാലങ്ങളിൽ സ്ഥിരമായി ഫോറസ്റ്റ് പട്രോളിംഗ് നടത്താൻ തീരുമാനിച്ചു. പ്രദേശത്ത് കൂടുതൽ തെരുവു വിളക്കുകൾ സ്ഥാപിക്കാനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കാനും ഡ്രോൺ ഉപയോഗിച്ച് ആനയെ നിരീക്ഷിക്കാനും പരിക്കേറ്റ വാച്ചർക്ക് നഷ്ടപരിഹാരം നൽകാനും യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വാർഡ് മെമ്പർ ഷീല അലക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രമേശ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അഴീക്കോട് ചുള്ളിപ്പറമ്പിൽ ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ടത്. അഴീക്കോട് ലൈറ്റ് ഹൗസിന് 1.5 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത്. വള്ളത്തിലുണ്ടായിരുന്ന 16 തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴ്ന്നു. വള്ളം മുങ്ങിയ സ്ഥലം GPS പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും കാരണം വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടിട്ടില്ല. വള്ളത്തിലെ 2 എഞ്ചിനുകൾ, വല,
GPS സംവിധാനം, തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ അപകടത്തിൽ നഷ്ടപ്പെട്ടു. വലയുടെ ഒരു ഭാഗം നശിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു. ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും 20ഓളം തൊഴിലാളികളുടെയും ഏക വരുമാന മാർഗമാണ് കടൽ വിഴുങ്ങിയത്. ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം കടലിൽ മുങ്ങിയതോടെ ഇവർക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്. ഇപ്പോൾ ഈ 5 ദിവസമായിട്ട് നമ്മുടെ ഈ വള്ളവും വലവും ഏകദേശം 15 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും. അത് മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി. നമ്മുടെ ഇതിൻ്റെ മുതലാളി എന്ന് പറയുന്നതിൻ്റെ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം ക്യാൻസർ രോഗിയാണ്. കഴിഞ്ഞ 7 മാസമായി എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഒരു 3 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് ഇതുവരെയൊക്കെയുള്ള ചികിത്സാ ചെലവിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസം നമ്മളത് മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് അത് എടുപ്പിച്ചതിന് ഒരു ദിവസം അവർക്ക് 15,000 രൂപയാണ്. അങ്ങനെ 4 ദിവസത്തേക്ക് നമുക്ക് 60,000 രൂപ ആ വകയിൽ ചിലവായിട്ടുണ്ട്. ഇതൊക്കെ പലരിൽ നിന്നും കടമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മൊത്തം ഒരു 15 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയുടെ പുറത്തേക്ക് നമുക്കിന് മൊത്തം നഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വള്ളം ഇറക്കി പണിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലോട്ടുള്ള ഒരു സഹായമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് താഴെ വേറെ എന്ത് കിട്ടിയാലും ഇത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നഷ്ടത്തിലേക്കാണ് ഞങ്ങൾ ചെന്നുപെട്ടിട്ടുള്ളത്. TCV കൊടുങ്ങല്ലൂർ. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ വല കുടുങ്ങി നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. എറിയാട് അഴീക്കോട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് നിവേദനം നൽകി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ ധർണ ഉദ്ഘാടനം ചെയ്തു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. EK സോമൻ, PP ജോൺ, PK മുഹമ്മദ്, PA മനാഫ്, CM മൊയ്തു, ബഷീർ കൊണ്ടാമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണത്തലയിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ദേശീയപാത നിർമ്മാണം, പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. കഴിഞ്ഞ ദിവസം രാത്രി നിർമ്മാണം നടക്കുന്നതിനിടെ പാലത്തിന്റെ വശത്തെ സ്ലാബ് വീണു. 2 യുവാക്കൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മേഖലയിൽ 3 മുൻപ് ഈ രീതിയിൽ സ്ലാബ് വീണത്. ചൊവ്വാഴ്ച രാത്രി മണത്തല സ്കൂളിന് സമീപം പാലത്തിന്റെ വശങ്ങളിൽ സ്ഥാപിക്കുന്ന വലിയ സ്ലാബാണ് വീണത്. സമാനമായ രീതിയിൽ 2 മാസം മുൻപ് എടക്കഴിയൂർ കാജ ബസ് സ്റ്റോപ്പിനടുത്തും മന്നലാംകുന്ന് ബദർ പള്ളിക്ക് സമീപവും സ്ലാബ് വീണിരുന്നു. തുടർച്ചയായി ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. പാലം പണി നടക്കുമ്പോൾ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നു. മണത്തലയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരന്തരം വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന സർവീസ് റോഡിലാണ് സ്ലാബ് വീണത്. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതോടെ പോലീസ് എത്തി സ്ലാബ് റോഡിൽ നിന്ന് മാറ്റി. ചാവക്കാട് തഹസീൽദാർ MK കിഷോർ സ്ഥലം സന്ദർശിച്ചു. പരാതിയെ തുടർന്ന് കരാർ കമ്പനി അധികൃതർ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സർവീസ് റോഡ് ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു. TCV ന്യൂസ്, ചാവക്കാട്. പെരിങ്ങാട് പുഴയിൽ നിന്ന് ചെളി നീക്കുന്നതിന്റെ മറവിൽ മണലൂറ്റൽ. പുഴയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. പെരിങ്ങാട് പുഴ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി പുഴയിൽ നിന്ന് ചെളിയും മണ്ണും നീക്കുന്നതിനു പകരം മണലൂറ്റുന്നതായാണ് ആക്ഷേപം. മണലും ചെളിയും ഒരുമിച്ചു നീക്കി ചെളി തിരിച്ച് പുഴയിലേക്ക് തള്ളുകയാണ്. മണൽ വ്യാപകമായി കോരിക്കഴിഞ്ഞാൽ പുഴയുടെ അടിസ്ഥാന ഘടന നശിക്കുകയും പുഴയുടെ ആഴം വർദ്ധിച്ച് കടലിൽ നിന്ന് വലിയ തോതിൽ ഉപ്പുവെള്ളം കയറുകയും ചെയ്യും. പുഴയുടെ അടിത്തട്ടിൽ മണൽ അരിപ്പ പോലെ പ്രവർത്തിച്ച് ജലസ്രോതസ്സുകളിലേക്ക് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കുന്നുണ്ട്. മണലെടുത്ത് ചെളി മാത്രമാകുന്നതോടെ ശുദ്ധീകരണം നടക്കാതെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുവാൻ സാധ്യതയുണ്ട്. പുഴയുടെ കരഭാഗം വ്യാപകമായി ഇടിയുകയും കക്ക, ചെമ്മീൻ, മറ്റു ചെറുമത്സ്യങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയവയുടെ ആവാസ വ്യവസ്ഥ തകർന്ന് വംശനാശം സംഭവിക്കുന്നതിനും കാരണമാകുന്നു. ഒരുമനയൂർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന പെരിങ്ങാട്, ചേറ്റുവ പുഴയുടെ മറുഭാഗങ്ങളിൽ നിന്നും ടൺ കണക്കിന് മണലാണ് എടുത്തുകൊണ്ടുപോയിട്ടുള്ളത്. പാവറട്ടി പഞ്ചായത്തിൽ ഉൾപ്പെട്ട പുഴയിൽ നിന്ന് 1 വർഷത്തോളം ചെളിയും മണ്ണും നീക്കാനാണ് പഞ്ചായത്തും ശിവാലയ കമ്പനിയും കരാർ ചെയ്തിട്ടുള്ളത്. 4.5 മീറ്റർ താഴ്ചയിൽ ചെളി കോരണമെന്നാണ് കരാറിൽ പറയുന്നത്. പഞ്ചായത്തും ഇറിഗേഷൻ വകുപ്പും സംയുക്തമായ മോണിറ്ററിംഗ് സംവിധാനമൊരുക്കി അപകടകരമായ ആഴത്തിലല്ല മണലെടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന് തീരദേശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. ചാവക്കാട് 2 ദിവസങ്ങളിലായി നടന്ന ജില്ലാ ശാസ്ത്രോത്സവവും കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലും സമാപിച്ചു. 1243 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 1218 പോയിന്റുമായി ഇരിഞ്ഞാലക്കുട ഉപജില്ല 2ാം സ്ഥാനവും 1211 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
സ്കൂൾ വിഭാഗത്തിൽ 352 പോയിന്റ് നേടി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 306 പോയിന്റ് നേടി SHCHSS ചാലക്കുടിയും മമ്മിയൂർ LFCGHS സ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു. 283 പോയിന്റുമായി ചന്ദ്രാപിന്നി HS മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. മമ്മിയൂർ LSCGHSS സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നിർവഹിച്ചു. MLA മുരളി പെരുന്നെല്ലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. കണക്കധ്യാപകനാണ് ഒരു തിലകൻ. കുട്ടിയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ല ബെഞ്ച് ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. ചാവക്കാട് നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് മായന്നൂർ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്ഷയയും ശ്രേയസും. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ തലമുറ സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ ആശയം. സ്മാർട്ട് സ്കൂൾ, സ്മാർട്ട് ഹോസ്പിറ്റൽ, സ്മാർട്ട് ഹോം തുടങ്ങി മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറിയ സമയം കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്രദമായ മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കുക എന്നീ കാര്യങ്ങളാണ് AI സാങ്കേതിക വിദ്യയിലൂടെ ഇരുവരും തയ്യാറാക്കിയത്. AI സാങ്കേതിക വിദ്യയിലൂടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുവാൻ കഴിയുമെന്നും ഇവർ പറയുന്നു. ഇതിന്റെ പോരായ്മകളും ഇവർ ഇവിടെ വിവരിക്കുന്നുണ്ട്. സൈബർ ഹാക്കിംഗ് മൂലം തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിദ്യാർത്ഥികൾ വിവരിച്ചു. ഫ്യൂച്ചറിൽ എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജിയാണ് AI. സോ ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് AI ബേസ്ഡ് സ്മാർട്ട് സിറ്റി. ഈ AI ബേസ്ഡ് സ്മാർട്ട് സിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിറ്റീനെ എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒരു സിറ്റി AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ സെക്ടേഴ്സിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നു നമ്മളിവിടെ നോക്കുകയാണ്. TCV ന്യൂസ്, ചാവക്കാട്. ഊർജ്ജരംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ 3 തരം ഊർജ്ജവുമായി 15ാമത് ശാസ്ത്രമേളയിൽ മണത്തല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ റഫ്നയും ഗായത്രിയും. എക്കോ ഫ്രണ്ട്ലി പവർ പ്ലാന്റ്, പുനരുപയോഗ ഊർജം, കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും കടലിൽ നിന്നും ഊർജം ഒരേ പ്ലാന്റിൽ നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ് വിദ്യാർത്ഥിനികൾ കണ്ടെത്തിയത്. ഒരേ സമയം വ്യത്യസ്ത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഒന്ന് നിലച്ചാൽ മറ്റൊന്നിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറുമെന്നതുകൊണ്ട് എല്ലാ സമയവും വൈദ്യുതി ലഭിക്കുവാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. യാതൊരു രീതിയിലും അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നില്ല എന്നതും എല്ലാ സമയവും വൈദ്യുതി ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നതുമാണ് ഇതിന്റെ നേട്ടം. ഈ രീതിയിൽ ഇന്ത്യയിൽ എവിടെയും വൈദ്യുതി ഉൽപ്പാദനം ഇല്ലെന്നും ഭാവിയിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന ഊർജ്ജ നിർമ്മാണ യൂണിറ്റാണ് ഇതെന്നും ഇരുവരും അവകാശപ്പെടുന്നു. എക്കോ ഫ്രണ്ട്ലി പവർ പ്ലാന്റ് ആണ്. എക്കോ ഫ്രണ്ട്ലി എന്നുള്ള പേരിടാനുള്ള കാരണം തന്നെ ഇതിൽ നിന്നുള്ള ബൈ പ്രൊഡക്ട്സ് ഒന്നും അതായത് ഹാംഫുൾ ആയിട്ട് എൻവയോൺമെന്റിലൊന്നും ഹാംഫുൾ ആക്കണില്ല. ഇതിൽ 3 തരം എനർജീസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ്. TCV, ചാവക്കാട്. അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായു മലിനരഹിതമാക്കുവാൻ സഹായിക്കുന്ന പ്ലാന്റുമായി ജില്ലാ ശാസ്ത്രമേളയിൽ 2 വിദ്യാർത്ഥികൾ. മതിലകം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൽവിൻ ജോർജ്, ആൻസൺ ആന്റണി എന്നിവരാണ് ഈ ആശയം അവതരിപ്പിച്ചത്. മലിനമായ വായു കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്ലാന്റ് വലിച്ചെടുക്കുന്നു. തുടർന്ന് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കുറച്ച് നല്ല ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രവർത്തന രീതി. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് കുറേ സിറ്റീസ് ഉണ്ട്. കുറേ സിറ്റീസ് നോക്കുമ്പോൾ ട്രാഫിക്കാണ് സിറ്റീസിൽ ഫുള്ളും. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൊല്യൂട്ടഡ് എയർ നമ്മുടെ കുട്ടികൾക്കും പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിന് ഫുൾ ഡിസീസും കാര്യങ്ങളൊക്കെ ആയിട്ട്
വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പ്രശ്നം നോക്കുമ്പോൾ ഈ പൊളുട്ടഡ് ടയർ ഞങ്ങളുടെ ഈ മുൻസിലൂടെ വലിച്ചെടുത്ത് അതിന് പ്യൂർ എയറാക്കി മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഈ പ്ലാന്റ് എവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റി ഫുള്ളും നമ്മുടെ പ്യൂർ എയറാക്കി മാറ്റാം. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് വിയത്തുകുളം PW കോളനിയിൽ താമസിക്കുന്ന മൂത്തോളാൻ വീട്ടിൽ സിബി എന്ന ഉണ്ണികൃഷ്ണനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹത്തിന് 10 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് തൂങ്ങിമരിച്ച മൂത്തോളാൻ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മരണം പുറം ലോകം അറിഞ്ഞത് 10 ദിവസങ്ങൾക്ക് ശേഷം. അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശത്ത് താമസിക്കുന്നയാളുടെ മരണം പുറം ലോകം അറിയാൻ ദുർഗന്ധം വമിക്കേണ്ടി വന്നു. പുല്ലൂറ്റ് വിയത്തുകുളം PW കോളനിയിൽ താമസിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം ചൊവ്വാഴ്ചയാണ് കണ്ടെത്തിയത്. പഴക്കം മൂലം മൃതദേഹം ഏറെക്കുറെ അഴുകിയ നിലയിലായിരുന്നു. അയൽവാസിയുടെ മരണം 10 നാൾ കഴിഞ്ഞറിയേണ്ടി വന്നത് പരസ്പരമുള്ള ഇടപഴകലിന്റെ കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരണം അയൽവാസികൾ പോലും ദിവസങ്ങൾ കഴിഞ്ഞറിയുന്ന സംഭവങ്ങൾ ജില്ലയിൽ ഒറ്റപ്പെട്ടതല്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചേറ്റുവ പഴയ ടോൾ ബൂത്തിനു സമീപം പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചാവക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടന വേദിയും പരിസരവും പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ വൃത്തിയാക്കി മാതൃകയായി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന, പഞ്ചായത്ത് ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് വൃത്തിയാക്കിയത്. തൃശൂർ വെസ്റ്റ് ഉപജില്ല സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. പറപ്പൂർ സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളും LP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ഘോഷയാത്ര സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ജനറൽ കൺവീനർ ഡെൻസി ജോൺ, വാർഡ് മെമ്പർ ഷീന വിൽസൺ, ഹെഡ്മാസ്റ്റർ AV ജോളി തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. മാർഗം കളി, ഒപ്പന, തിരുവാതിര, ആദിവാസി നൃത്തങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. വിലങ്ങൻകുന്ന് വിനോദസഞ്ചാര കേന്ദ്രം വികസനത്തിന് 3.45 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. വിലങ്ങൻകുന്നിലെ ആദ്യഘട്ട സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതോടെ 3.45 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിലങ്ങൻകുന്നിൽ യാഥാർത്ഥ്യമാകുന്നത്. വാച്ച് ടവർ, റെസ്റ്റോറന്റ്, സെമിനാർ ഹാൾ, ഓപ്പൺ ജിം, ബട്ടർഫ്ലൈ ഗാർഡൻ, ശുചിമുറി ബ്ലോക്ക്, നടപ്പാത നവീകരണം, സെൻസർ ബോർഡുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയുള്ള പദ്ധതിക്കാണ് ഭരണാനുമതിയായത്. ടിക്കറ്റ് കൗണ്ടർ മുതൽ ഹിൽ ടോപ്പ് വരെയുള്ള റോഡ് കാലവർഷക്കെടുതി പുനരുദ്ധാരണത്തിൽ ഉൾപ്പെടുത്തി 3 റീച്ചുകളിലായി 30 ലക്ഷം രൂപയ്ക്ക് പുനർനിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായി. ആദ്യ റീച്ച് ടെൻഡറായി കഴിഞ്ഞതായും MLA അറിയിച്ചു. കുന്നംകുളം പാറേമ്പാടത്ത് മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഗുഡ്സ് ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾ ഭാഗികമായി തകർന്നു. ഗുഡ്സ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. കൊടുങ്ങല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന കാർ തോട്ടിലേക്ക് വീണു. തെക്കേനടയിൽ GST ഓഫീസ് പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന അഴീക്കോട് സ്വദേശിയുടെ കാറാണ് തോട്ടിൽ വീണത്. കാർ സ്റ്റാർട്ട് ചെയ്യും മുൻപേ ഹാൻഡ് ബ്രേക്ക് വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കാർ ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാഹനമോടിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്ന് അവശനിലയിലായ ഡ്രൈവറെ സമയോചിതമായി ആശുപത്രിയിലെത്തിച്ച് ചാലക്കുടി പോലീസ്. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം രോഗി സുഖം പ്രാപിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചാലക്കുടി പനമ്പള്ളി കോളേജ് പാപ്പാളി ജംഗ്ഷനിലാണ് സംഭവം. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചാലക്കുടി പോലീസ് സ്റ്റേഷൻ GSI ഉണ്ണികൃഷ്ണൻ
GASI സജീവ്, CPOമാരായ അമൽ, ജിജോ എന്നിവർ ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെയാണ് ഒരു സ്ത്രീ സഹായം അഭ്യർത്ഥിച്ച് ഓടിയെത്തിയത്. തന്റെ ഭർത്താവിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് സ്ത്രീ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈവേയുടെ മറുവശത്തെ കാറിനടുത്തേക്ക് ഓടിയെത്തുകയും ഒരു നിമിഷം പോലും പാഴാക്കാതെ രോഗിയെ കാറിൽ കയറ്റി GSI ഉണ്ണികൃഷ്ണൻ തന്നെ അവരുടെ വാഹനം ഓടിച്ച് അടുത്തുള്ള പോട്ട ധന്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ആമ്പല്ലൂർ എത്തിയെന്ന് ആ സമയം ഒരു പിക്കപ്പ് വാൻ ജംഗ്ഷനിൽ പെട്ടെന്ന് സ്കിഡ് ചെയ്ത് മറിഞ്ഞു. പെട്ടെന്നൊരു സ്ത്രീ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഭർത്താവിന് ഒരു എന്തോ ശ്വാസതടസ്സം, വണ്ടി ഓടിക്കാൻ പറ്റണില്ല, പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നോ. ഉടനെ ഞാൻ തന്നെ വണ്ടി കയറി അവരെ സീറ്റിൽ മാറ്റിയിരുത്തിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് ധന്യ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർമാർ ഉടൻ തന്നെ അടിയന്തര ചികിത്സ നൽകിയതിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായുള്ള വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടത്തുന്നത്. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾ തുടങ്ങും. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ 16-ന് തുടങ്ങും. 17-ന് രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. ഡിസംബർ 1-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. പഴയന്നൂർ എളനാട് ചക്കത്തുകുന്നിൽ നിർമ്മിച്ച ഇന്ദിരാ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഒരു വിഭാഗം തടസ്സപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹാളിൽ കുടിവെള്ളം ഉൾപ്പെടെ ഉള്ളവ സജ്ജീകരിക്കാതെ ഉദ്ഘാടനം നടത്തുന്നത് പ്രഹസനമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ശുചിമുറിയും അടുക്കളയും നിർമ്മിക്കാത്തത് പോരായ്മയായി ഇവർ ചൂണ്ടിക്കാട്ടി. കെട്ടിടത്തിന് പുറകിലെ ചുറ്റുമതിൽ ഇല്ല എന്നും BJP ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ ആരോപിച്ചു. അന്തർ സംസ്ഥാന മോഷ്ടാവ് വലപ്പാട് പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് സ്വദേശി നെയ്വേലി വീരമണിയെയാണ് വലപ്പാട് പോലീസ് പിടികൂടിയത്. തൃത്തല്ലൂർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ നിസാറിന്റെ വീട്ടിൽ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണം നടത്താൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നാട്ടികയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ജോലി ചെയ്തുവരുന്ന വീരമണി ഗുരുവായൂർ, വലപ്പാട്, കൊടുങ്ങല്ലൂർ, മതിലകം, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 3 മോഷണ കേസുകൾ ഉൾപ്പെടെ 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടപ്പാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് CPM എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, TK ശിവൻ, PT ദേവസി, സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് ET ടൈസൺ MLA അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10-ന് ശ്രീനാരായണപുരം പള്ളിനടയിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ ശിലാസ്ഥാപനം നിർവഹിക്കും. 8 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ശ്രീനാരായണപുരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, തഹസീൽദാർ ശ്രീനിവാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിച്ചു. 10 ലക്ഷം രൂപയാണ് പുരസ്കാരം.
നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ചാവക്കാട് 3 മാസമായി വീട്ടിൽ കയറ്റിവെച്ച പച്ച കളറിലുള്ള സ്കൂട്ടറിന് ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴയടയ്ക്കാൻ പോലീസിന്റെ നോട്ടീസ്. KL 46 AA 4478 എന്ന നമ്പറിലുള്ള സ്കൂട്ടറിന്റെ ഉടമയായ എടക്കഴിയൂർ സ്വദേശി ജസ്നയ്ക്കാണ് നോട്ടീസ് വന്നത്. ജസ്ന ഗൾഫിലുമാണ്. എന്നാൽ പിഴയടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അയച്ചിട്ടുള്ള നോട്ടീസിൽ ഹെൽമറ്റ് ഇല്ലാതെ ഓടിക്കുന്ന നീല സ്കൂട്ടറിന്റെ ചിത്രമാണ് വന്നിരിക്കുന്നത്. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ പിഴ ചുമത്തിയ നോട്ടീസ് ജസ്നയ്ക്ക് ലഭിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യത്യസ്ത നിബന്ധനകൾ ചമച്ച് ക്ലെയിം നിഷേധിച്ചതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാർക്ക് അനുകൂല വിധി. കല്ലേറ്റുംകര കള്ളിവളപ്പിൽ വീട്ടിൽ തോമസ്, ഭാര്യ മേരി തോമസ് എന്നിവർ ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊച്ചി തൃപ്പൂണിത്തുറയിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ മാനേജർക്കെതിരെ വിധിയായത്. മേരി തോമസിന് ഇരിഞ്ഞാലക്കുട സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള ചികിത്സയാണ് നടത്തിയത്. എന്നാൽ ക്ലെയിം നിഷേധിക്കുകയായിരുന്നു. ഗർഭപാത്രം നീക്കം ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയയ്ക്ക് ക്ലെയിം കൊടുക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ പോളിസിയിലുണ്ട് എന്നതായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ വാദം. എന്നാൽ മലയാളത്തിലുള്ള നിബന്ധനകളിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ക്ലെയിമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല. മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷ് ഭാഷയിലുള്ള പോളിസിയിൽ അസുഖങ്ങൾ കൂട്ടിച്ചേർത്തത് ഗുരുതരമാണെന്ന് കോടതി വിലയിരുത്തി. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന തൃപ്പുത്തരി നിവേദ്യത്തിനുള്ള സാമഗ്രികൾ അടങ്ങിയ തണ്ടിക ചാലക്കുടിയിൽ നിന്നും കൊണ്ടുപോയി. പോട്ടയിലെ ദേവസ്വം ചക്രവർത്തി കച്ചേരിയിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ കാൽനടയായിട്ടായിരുന്നു തണ്ടിക പുറപ്പാട്. 8.5 തണ്ട് നേന്ത്രക്കുല, 2 തണ്ട് കദളിക്കുല, 2 വട്ടി ഉണക്കലരി എന്നിവയാണ് തണ്ടികയിലെ പ്രധാന ഇനങ്ങൾ. ഇഞ്ചി, കുരുമുളക്, വഴുതന, എള്ള്, ചക്ക, മാങ്ങ എന്നിവ ഉൾപ്പെടുന്ന ചെറുപൊതിയും തണ്ടികയിലുണ്ടായിരുന്നു. മേത്താൾ മാടപ്പാട്ട് അപ്പുനായരുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് തണ്ടിക പുറപ്പെട്ടത്. ആർപ്പുവിളികളോടെ നടന്നു നീങ്ങിയ സംഘത്തിനെ ആചാരപ്രകാരം വാളും പരിചയുമായി ഭടന്മാർ അകമ്പടി സേവിച്ചു. കൂടൽമാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ്, മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ, ബോർഡ് അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിത, K ബിന്ദു, അഡ്വക്കേറ്റ് KG അജയകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ MLA സാവത്രി ലക്ഷ്മണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പോട്ടയിലെ NSS കരയോഗം, പാമ്പാമ്പോട്ട് ശിവക്ഷേത്ര സമിതി, മടത്തിൽക്കാവ് ക്ഷേത്ര സമിതി എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ ഭക്തജനങ്ങൾക്ക് സദ്യയും ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മതിലകം ബൈപ്പാസിലെ പള്ളിവളവ് അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു സംഭവം. 4 ദിവസം മുൻപാണ് സ്ലാബ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ മണ്ണിട്ട് ഉറപ്പിക്കുകയോ ബെൽറ്റ് പിടിപ്പിക്കുകയോ ചെയ്യുന്നതിന് മുൻപാണ് സ്ലാബ് വീണത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വാഹനം മുകളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ വൈബ്രേഷൻ മൂലമാണ് സ്ലാബ് ഇളകി വീണത്. ഏനാമാവ് കരുവന്തല ഏകത ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് നടത്തി. വായനശാലകൾ ഗൃഹാങ്കണത്തിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത്. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വീട്ടുമുറ്റ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വായനശാല രക്ഷാധികാരി കൊച്ചുപോൾ കൊള്ളന്നൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ച് സാംസ്കാരിക പ്രവർത്തകൻ ഷാജി കാക്കശ്ശേരി ക്ലാസ് എടുത്തു. പ്രേംലാൽ ഡേവിഡ്, CT ആന്റണി, CJ ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. HDS ജീവനക്കാർക്ക് ദേശീയ ഉത്സവ അവധികളും കാഷ്വൽ ലീവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് HDS എംപ്ലോയീസ് കോൺഗ്രസ് എൻഫോഴ്സ്മെന്റ് ജില്ലാ ഓഫീസർക്ക് നിവേദനം നൽകി. HDS ജീവനക്കാരെ ESI പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ദേശീയ അവധികളും ഉത്സവ അവധികളും കാഷ്വൽ ലീവും അനുവദിക്കാത്തതും, അവധി ദിവസങ്ങളിൽ ജോലി ചെയ്താൽ ലഭിക്കേണ്ട ഇരട്ടി ശമ്പളമോ കോമ്പൻസേഷൻ ലീവോ നൽകാത്തതും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് KN നാരായണൻ തൊഴിൽ വകുപ്പ് എൻഫോഴ്സ്മെന്റ് തൃശൂർ ജില്ലാ ഓഫീസർക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വല്ലച്ചിറ, കടലാശ്ശേരി, മന്ദാരം കടവ്, കരുവന്നൂർ, ചെറിയ പാലം എന്നീ കടവുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു.
അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ PA ഫാത്തിമ, NT സജീവൻ, രജീന്ദ്രനാഥ്, ഹസീന അക്ബർ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 135 ശുചീകരണ തൊഴിലാളികളുടെ പെൻഷൻ ഫണ്ട് കുടിശ്ശിക ഉടൻ അടയ്ക്കുക, താൽക്കാലിക തൊഴിലാളികളുടെ സീനിയോറിറ്റി ലിസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു പ്രകാശനം നിർവഹിച്ചു. കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. പബ്ലിസിറ്റി കൺവീനർ ജെനിൽ ജോൺ, പ്രധാന അധ്യാപിക CD ഷീബ എന്നിവർ സംസാരിച്ചു. നവംബർ 4, 5, 6, 7 തീയതികളിൽ തലോർ ദീപ്തി സ്കൂളിലാണ് കലോത്സവം നടക്കുക. പഴയന്നൂർ നീർണമുക്ക് അങ്കണവാടി കം ക്രഷ് കെട്ടിടോദ്ഘാടനം നടന്നു. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, പഞ്ചായത്ത് അംഗങ്ങളായ N യശോദ, S സുജ, രാധാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായിൽ നിന്ന് യൂറോപ്പിലേക്ക് റോഡ് മാർഗം നടത്തിയ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കി തൃശൂർ സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാമാക്കൽ കെട്ടുങ്ങൽ സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ ഫൈസലാണ് സ്വപ്നയാത്ര യാഥാർത്ഥ്യമാക്കിയത്. കോഴിക്കോട് സ്വദേശി തബ്സീറും ഫൈസലിനൊപ്പം സാഹസിക യാത്രയിൽ പങ്കാളിയായിരുന്നു. സങ്കീർണമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ദുബായിൽ നിന്ന് 26 രാജ്യങ്ങൾ റോഡ് മാർഗം പിന്നിട്ട് സ്കോട്ട്ലൻഡ് യാർഡ് എന്ന ലക്ഷ്യം കൈവരിച്ചതെന്ന് ഫൈസൽ പറയുന്നു. 66 ദിവസം കൊണ്ട് 18,400 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് സാഹസിക യാത്ര പൂർത്തീകരിച്ചത്. 85 ഡിഗ്രി ചൂടിൽ ദുബായിൽ നിന്നും പുറപ്പെട്ട് സ്കോട്ട്ലാൻഡിൽ എത്തുമ്പോൾ -2 ഡിഗ്രി തണുപ്പായിരുന്നുവെന്ന് ഇരുവരും വ്യക്തമാക്കി. യാത്രയിൽ താമസത്തിനും ഭക്ഷണത്തിനും ഹോട്ടലുകളെയോ മറ്റു സംവിധാനങ്ങളെയോ ആശ്രയിക്കേണ്ടി വന്നില്ല. ഇവർ ഭക്ഷണം വാഹനത്തിൽ സ്വയം തയ്യാറാക്കുകയും താമസത്തിനായി വാഹനത്തിലെ റൂഫ് ടെന്റ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പുതിയ രാജ്യങ്ങൾ സന്ദർശിക്കാനും ജനങ്ങളെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും മനസ്സിലാക്കാനും സാഹസിക യാത്ര ഉപകരിച്ചതായി ഇരുവരും പറഞ്ഞു. പിന്നിട്ട ഭൂരിഭാഗം രാജ്യങ്ങളിലെയും ജനങ്ങൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ഏറെ സ്നേഹവും ബഹുമാനവും പുലർത്തിയെന്ന് ഫൈസൽ പറഞ്ഞു. ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓവർലാൻഡിങ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഒന്നും ആശ്രയിക്കാതെ ഞങ്ങളുടെ വണ്ടിയെ തന്നെയാണ് ഞങ്ങൾ ആശ്രയിച്ചിരുന്നത്. ഞങ്ങൾക്ക് റൂഫ് ടെൻ്റ് ഉണ്ട്, അതിലാണ് ഞങ്ങൾ രണ്ടുപേരും ഡെയിലി ഉറങ്ങാറുള്ളത്. ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളും വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാം കുക്ക് ചെയ്യാറുള്ളത്. യാത്രയിൽ നമുക്ക് അഡ്വൈസിനായിട്ട് നമ്മളെപ്പോലെ ഒരുപാട് ഓവർലാൻഡേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്ത് പിന്നെ പല പല രാജ്യങ്ങളിലുള്ള ആളുകൾ, കൾച്ചർ, അവരുടെ ഫുഡ് അതെല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മളെ ക്യാമ്പിൽ തന്നെ, അതായത് റൂഫ് ടെൻറ്റിൽ തന്നെ ആയിരുന്നു താമസം. TCV പാവർട്ടി 55 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച വരന്തരപ്പള്ളി കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് അംഗം ബേനസീർ മൊയ്തീൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK സദാശിവൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ് എന്നിവർ സംസാരിച്ചു. ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും പ്രത്യേകിച്ച് നമ്മളിവിടെ ഉപകാരം നൽകി. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ നടവരവ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ നൽകിയ പരാതിയിലാണ് അന്വേഷണം. ക്ഷേത്രത്തിലെ പഴയ ഗോളകയും തിരുവാഭരണവും എവിടെയെന്ന് അറിയാൻ പനങ്ങാട്ടുകര ദേവസ്വം ഓഫീസർക്ക് വിവരാവകാശ അപേക്ഷയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുണ്ട്.
അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 4 മുതൽ 7 വരെ എടക്കഴിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. NK അക്ബർ MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AEO VB സിന്ധു, സ്കൂൾ പ്രിൻസിപ്പാൾ V സജിത്, ഹെഡ്മാസ്റ്റർ ജോഷി, VHSC മേധാവി ഷീൻ, HM ഫോറം കൺവീനർ സൈമൺ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ, പബ്ലിസിറ്റി ചെയർമാൻ സുഹറ അബൂബക്കർ, കൺവീനർ നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച ലോഗോകളിൽ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി ശിവഗംഗ നാഥ് തയ്യാറാക്കിയ ലോഗോയാണ് തിരഞ്ഞെടുത്തത്. ഒറ്റപ്പാലം ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിലെ നങ്ങ്യാർകൂത്ത് മത്സരത്തിൽ വാണിയംകുളം TRK ഹൈസ്കൂളിലെ ദിയ ലക്ഷ്മി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിൽ 2ാം സ്ഥാനവും ദിയ ലക്ഷ്മി നേടിയിട്ടുണ്ട്. പൈങ്കുളം നാരായണ ചാക്യാരുടെ ശിക്ഷണത്തിലാണ് ദിയ നങ്ങ്യാർകൂത്ത് അഭ്യസിക്കുന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കല്ലൂർ ഉണ്ണികൃഷ്ണനും ചിറയ്ക്കൽ വിഷ്ണുരാജും അവതരിപ്പിച്ച ഡബിൾ സെറ്റ് തായമ്പക, ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ കൃഷ്ണനാട്ടം എന്നിവയും നടന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,120 രൂപ, പവന് 89,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ വനം വാച്ചർക്ക് പരിക്ക്. മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥ. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. വള്ളം പുറത്തെടുക്കാൻ സാധിക്കാതിരുന്നത് മോശം കാലാവസ്ഥയെ തുടർന്ന്. ചാവക്കാട് മണത്തലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദേശീയപാത നിർമ്മാണം. പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. പെരിങ്ങാട് പുഴയിൽ നിന്ന് ചെളി നീക്കുന്നതിന്റെ മറവിൽ മണലൂറ്റ് വ്യാപകം. പുഴയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. ചാവക്കാട് നടന്ന ജില്ലാ ശാസ്ത്രമേളയിൽ ചാലക്കുടി ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂൾ വിഭാഗത്തിൽ 352 പോയിന്റുമായി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.